ഇപ്പോഴും കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കടാ, എന്തൊരു കളറാ അല്ലേ. നമുക്ക് ജാം ഉണ്ടാക്കാനായിട്ട് ഈ മാമ്പഴം എല്ലാം നല്ല ഭംഗിയായിട്ട് തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് അത് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പാണ് മാങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിൽ വെള്ളം ഒഴിക്കാതെ നല്ലപോലെ അടിച്ച് എടുക്കുക. അതാണ് ഈ കാണുന്നത് കേട്ടോ. അവിടെ ഇരിക്കട്ടെ. Let it be there. Non-stick അല്ലേ? നോൺ സ്റ്റിക്കിന്റെ ഒരു പാൻ എടുത്തു, അടുപ്പത്ത് വെച്ചു. വെള്ളം ഒഴിക്കുക. അതില് ഒരു ഗ്ലാസ് വെള്ളം മതി. വെള്ളം ഒഴിച്ചു. പിന്നെ അത് ഒന്ന് തിളയ്ക്കാറാകുമ്പോൾ അതിനകത്ത് കുറച്ച് ഷുഗർ ഇടുക. ഈ റെസിപ്പി അമ്മൂമ്മ ആരാ പഠിപ്പിച്ചേ? യൂട്യൂബ്. ഷുഗർ ഇടുക. അമ്മൂമ്മയുടെ അമ്മ ഉണ്ടാക്കൂലായിരുന്നോ? ഉണ്ടാക്കുമായിരുന്നു. അത് മാംഗോ അല്ല, പൈനാപ്പിൾ ആയിരുന്നു. മതിയോ ഷുഗർ? മതി അല്ലേ? കൂടിയോ? ഇല്ല, ഇത് മതി. ജാമിന് എപ്പോഴും കൂടുതലല്ലേ. എത്ര അമ്മൂമ്മ ഷുഗർ എണ്ണ ഇടണ്ട്? അത് നമ്മുടെ ഇഷ്ടം പോലെ ഇട്ടാൽ മതി. എത്ര മധുരം വേണോ അതനുസരിച്ച് ഷുഗർ ഇടുക. അത് കഴിഞ്ഞ് നമ്മൾ നല്ല പരന്ന ഒരു സ്പൂൺ എടുത്തിട്ട് ഈ ഷുഗർ മുഴുവനും അതിൽ ഡിസോൾവ് ചെയ്യണം. ഈ ഷുഗർ മുഴുവനും വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യണം. തിളച്ച് കഴിയുമ്പം ഒരു പട്ട അതിനകത്ത് ഇടുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം വറ്റണം. ശകലം സ്റ്റിക്കി ആകുമ്പം, ഒരുപാട് സ്റ്റിക്കി ആകണ്ട, ഒരു ശകലം ഒരു സ്റ്റിക്കിയൊക്കെ ആകുമ്പം നമുക്ക് ഈ മാങ്ങ പൾപ്പ് ഇതിനകത്തോട്ട് ഇടാം. ഇട്ടിട്ട് മുഴുവൻ ഇട്ടിട്ട് നമ്മൾ കൈ വിടാതെ ഇളക്കണം. ഇതിനകത്ത് കിടന്ന് അത് ശരിയാകണം. കുറേ നേരം വേണം. അപ്പം നമുക്ക് തോന്നും ഇത് കട്ടിയായിട്ട് ഇങ്ങനെയൊക്കെ വരുന്നല്ലോ. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമ്മൾ ധൈര്യമായിട്ട് അതങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ശരിയായിക്കോളും കേട്ടോ. നമുക്ക് ആ പട്ടയും അതിനകത്ത് കിടപ്പുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റണം. ഇതിനകത്ത് ഈ മാങ്ങ കുറച്ച് ചകിരി മാങ്ങ ആയതുകൊണ്ടുള്ള കുറച്ച് പ്രശ്നമുണ്ട്. നല്ല ജ്യൂസി മാങ്ങയല്ല, ചകിരി മാങ്ങയാണ്. അതിൻ്റെ കുറച്ച് പ്രശ്നം കാണും ചിലപ്പോൾ. സാരമില്ല, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇത്തിരി കുറച്ച് വയ്ക്കാം. കുറച്ച് നേരം ഇളക്കണം. മാങ്ങ അത്ര പഴുപ്പുള്ള മാങ്ങയല്ല, ഇച്ചിരി ചകിരി മാങ്ങയല്ലേ. അതുകൊണ്ടാണ് ഈ കഷ്ണങ്ങൾ വരുന്നത്. ഇത് നമുക്കെടുത്ത് മാറ്റാം കേട്ടോ. കഷ്ണങ്ങൾ വലിയതുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇങ്ങനെ ആ പൾപ്പ് ഇങ്ങനെ ഇളക്കി അത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് കട്ടിയായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജാമ നമുക്ക് പരത്താൻ പറ്റത്തില്ല ബ്രെഡിൽ അല്ലേ. അങ്ങനെ വരാതെ നമ്മൾ കുറച്ച് ഇതായിട്ട് എടുക്കണം. പക്ഷെ അത് ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിഞ്ഞാവോ? ഒരു ശകലം ജാം ഇങ്ങനെ ഇതിലിട്ടാൽ അത് എന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അത് താഴോട്ട് വരരുത്. ഇതിപ്പോൾ താഴോട്ട് കുറച്ച് വരുന്നുണ്ട്, അപ്പോൾ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കത് കുറച്ചുകൂടെ ആകണം. ഇച്ചിരി കൂടെ ആകുമ്പോൾ നമുക്കെടുക്കാം. എങ്ങനെയുണ്ട്? ഈ ടേസ്റ്റ് നോക്കിയിട്ട് കൊള്ളാമോ? നല്ല രസമുണ്ട്. മസ്റ്റ് ട്രൈ ആണ്. നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല. വെറും മാമ്പഴവും പഞ്ചസാരയും ശകലം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി നമ്മൾ ഒരു സാധനം ഇപ്പം ചേർക്കും. എന്താണെന്നറിയാമോ? സ്വല്പം ലെമൺ ജ്യൂസ്. അതാണ് നമ്മുടെ പ്രിസർവേറ്റീവ് കേട്ടോ. വിത്തൗട്ട് സീഡ് വരണം. സീഡ് ഉണ്ടെങ്കിൽ കഴിക്കും. ലെമൺ അധികം ലെമൺ ഹെൽത്തി അല്ലേ? ലെമൺ ഹെൽത്തിയാ.
ലെമൺ നല്ലതല്ലേ, ലെമൺ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിലെ കുരു കളഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് സ്ക്വീസ് ഇങ്ങനെ Guys. ഡിങ് 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 ഇത് മസ്റ്റ് ട്രൈ ആട്ടോ, നല്ല സ്വാദുണ്ട്. ഡിങ് 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 ഡിങ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഈ പ്രിസർവേറ്റീവും ഒക്കെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. കണ്ടോ നല്ല യെല്ലോ കളറില്ലേടാ? പഴുത്ത മാങ്ങ എടുത്താൽ നല്ല കളറ്. നല്ല കളറാണ്, നമുക്ക് കളർ ചേർക്കേണ്ട കാര്യമേ ഇല്ല. ഞാൻ ആദ്യമായിട്ടാണ് മാംഗോ ജാം ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത് എളുപ്പമുണ്ട്, പക്ഷെ അങ്ങ് കുറച്ച് നേരം ഇളക്കണം, ആ ഒരു കാര്യമേ ഉള്ളൂ. പേഷ്യൻസ് വേണം. പേഷ്യൻസ് വേണം. അല്ല ധൃതി വെച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു ശക്കലം കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ. അങ്ങനെ നമ്മുടെ പ്രോസസ്സ് എല്ലാം കഴിയാറായി. നമ്മുടെ മാങ്ങ അത്ര നല്ല മാങ്ങയല്ല, നമ്മുടെ വീട്ടിലെ നല്ല മാങ്ങയാ. ഇതാ അവിടെ ആലപ്പാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതിൽ ചകിരി മാങ്ങ എന്ന് പറയും. അതിനകത്ത് കുറച്ച് പഴുപ്പ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഇച്ചിരി ഇതുപോലെ ഉണ്ട്, കഷ്ണം പോലെ. അത് സാരമില്ല, നമുക്ക് കടിച്ച് തിന്നാൽ മതി കേട്ടോ. അല്ലാതെ നമ്മുടെ പാകമായി ഇത്ര മതി അല്ലേ, ഒരുപാട് കട്ടി ആകണ്ട. മതി, നമുക്ക് എടുക്കാം. ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് കുപ്പിയിലാക്കാം. ഓ റെഡി? യെസ്. അവർ ജാം, ഹോം മെയ്ഡ് ജാം, മാംഗോ ജാം ഈസ് റെഡി. ഹായ്. ഇങ്ങനെ ഇങ്ങനെ ഇടിക്കണം. What is this color? യെല്ലോ. Yellow. Without any food color, our jam is really colorful. Very nice. Very nice.